എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് യാദവ രാജാവും ഉഗ്രസേന പുത്രനുമായ കംസന്റെ കഥയാണ്. കാലനേമിയുടെ പുനർജന്മമായ കംസനെ വധിച്ചത് വസുദേവരുടെയും ദേവകിയുടെയും 8ാമത്തെ പുത്രനും മഹാവിഷ്ണുവിന്റെ അവതാരവുമായ ശ്രീകൃഷ്ണനായിരുന്നു. ബ്രഹ്മാവിന്റെ മാനസപുത്രനായിരുന്ന മരീചിക്ക് ഊർണ എന്ന ഭാര്യയിൽ അതിശക്തരായ 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഈ 6 പേരും ചേർന്ന് ബ്രഹ്മാവിനെ പരിഹസിക്കുകയും കോപാകുലനായ ബ്രഹ്മാവ് അവർ 6 പേരും അസുരന്മാരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശാപം നൽകുകയും ചെയ്തു. അടുത്ത ജന്മത്തിൽ അവർ 6 പേരും കാലനേമിയുടെ പുത്രരായി ജനിച്ചു. അവിടെ സൽസ്വഭാവികളായി ജീവിച്ച അവരിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് അവർക്ക് ഇഷ്ടവരം പ്രദാനം ചെയ്തു. എന്നാൽ തൻ്റെ പ്രപുത്രന്മാർ തന്നോട് ആലോചിക്കാതെ ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയത് പിതാമഹനായ ഹിരണ്യകശിപുവിന് ഇഷ്ടമായില്ല. പ്രകോപിതനായ ഹിരണ്യകശിപു, നിങ്ങൾ 6 പേരും പാതാളത്തിൽ പോയി അവിടെ വളരെ നാൾ ഉറങ്ങിക്കിടക്കിൻ എന്ന് ശപിച്ചു. ശാപമോക്ഷം യാചിച്ച അവർക്ക് വളരെ നാൾ ഉറങ്ങിയ ശേഷം അവർ വസുദേവരുടെയും ദേവകിയുടെയും മക്കളായി ജനിക്കുമെന്നും ആ അവസരത്തിൽ അവരുടെ പിതാവായ കാലനേമി കംസനായി അവതരിച്ച് ദേവകീപുത്രർ 6 പേരെയും നിലത്തടിച്ചു കൊന്ന് അവർക്ക് മോക്ഷം നൽകുമെന്നും ശാപമോക്ഷം കൊടുത്തു. ദേവകിയുടെയും വസുദേവരുടെയും വിവാഹശേഷം തേരിൽ വെച്ച് അശരീരി കേട്ട കംസൻ ദേവകിയെ കൊല്ലാൻ മുതിർന്നെങ്കിലും 8ാമത്തെ കുട്ടിയെ കംസനെ ഏൽപ്പിച്ചു കൊള്ളാമെന്നുള്ള വസുദേവരുടെ ഉറപ്പിൽ വെറുതെ വിട്ടു. 1ാമത്തെ കുട്ടി ജനിച്ച സമയത്ത് കംസനെ സന്ദർശിച്ച നാരദൻ കംസൻ കാലനേമിയുടെ അവതാരമാണെന്നും ദേവകിയുടെ 8ാമത്തെ പുത്രൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നും കംസനെ അറിയിച്ചു. ഇത് കേട്ട് വിളറി പിടിച്ച കംസൻ ദേവകിയുടെ മൂത്ത പുത്രനായ കീർത്തിമാനെ നിലത്തടിച്ചു കൊല്ലുകയും വസുദേവരെയും ദേവകിയെയും തടവിലാക്കുകയും ചെയ്തു. ഒപ്പം പിതാവായ ഉഗ്രസേനനെയും. ദേവകിയുടെ 6 പുത്രന്മാരെ നിലത്തടിച്ചു കൊന്ന കംസൻ അങ്ങനെ ഹിരണ്യകശിപുവിന്റെ ശാപത്തിൽ നിന്ന് മരീചി പുത്രന്മാർക്ക് മോക്ഷം നൽകി. 7ാമനായി ജനിച്ച ബലരാമനെ മായാദേവി വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിക്ക് നൽകി. 8ാമനായി ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് അമ്പാടിയിൽ നന്ദഗോപർക്കും യശോദയ്ക്കും മകളായി മായാദേവിയും ജനിച്ചിരുന്നു. വിഷ്ണു നിർദ്ദേശപ്രകാരം തൻ്റെ 8ാമത്തെ മകനെ അമ്പാടിയിൽ എത്തിച്ച വസുദേവർ അവിടെ ഉണ്ടായിരുന്ന പെൺകുഞ്ഞിനെ എടുത്ത് ദേവകിയുടെ അടുത്തു കിടത്തി. 8ാമത്തെ കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞ് എത്തിയ കംസൻ കുഞ്ഞിനെ കൊല്ലാനായി കയ്യിലെടുത്തെങ്കിലും കംസന്റെ കയ്യിൽ നിന്നും തെന്നിമാറി തൻ്റെ പൂർണ്ണ രൂപം കൈക്കൊണ്ട മായാദേവി കംസന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെന്നറിയിച്ചിട്ട് അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. തുടർന്ന് ആ ദിവസങ്ങളിൽ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും കംസകിങ്കരന്മാർ കൊന്നുകളഞ്ഞു. രഹസ്യദൂതന്മാരിൽ നിന്നും ശ്രീകൃഷ്ണൻ അമ്പാടിയിലുണ്ട് എന്നറിഞ്ഞ കംസൻ കൃഷ്ണനെ വധിക്കാനായി പൂതന, ശകടൻ, തൃണാവർത്തൻ, അരിഷ്ടകൻ, കേശി തുടങ്ങിയ അസുരരെ അയച്ചെങ്കിലും ശ്രീകൃഷ്ണൻ അവരെ എല്ലാം കൊന്നുകളഞ്ഞു. ഒടുവിൽ കൃഷ്ണനെ കൊല്ലാനായി മഥുരയിൽ കംസൻ ചാപപൂജ എന്നൊരു യാഗം നടത്തുകയും അക്രൂരനെ വിട്ട് കൃഷ്ണനെയും ബലരാമനെയും ക്ഷണിക്കുകയും ചെയ്തു. അക്രൂരനാകട്ടെ കംസന്റെ ചതികളെല്ലാം അവരെ അറിയിക്കുകയും ചെയ്തിരുന്നു. മഥുരയിലെത്തി യാഗശാലയിലെ വില്ലൊടിച്ച കൃഷ്ണനും ബലരാമനും കുവലയാപീഠം എന്ന കൊലയാനയെയും കംസന്റെ 5 മല്ലന്മാരെയും നിഷ്പ്രയാസം വധിച്ചു. തുടർന്ന് കംസനെ മഞ്ചത്തിൽ നിന്നും വലിച്ച് താഴെയിട്ട കൃഷ്ണൻ മല്ലയുദ്ധത്തിൽ കംസനെയും വധിച്ചു. കംസൻ വിവാഹം കഴിച്ചിരുന്നത് ജരാസന്ധന്റെ ഇരട്ട പുത്രിമാരായിരുന്ന അസ്ഥിയെയും പ്രദസ്ഥിയെയുമായിരുന്നു. ജാമാതാവായ കംസന്റെ മരണത്തിൽ കോപാകുലനായ ജരാസന്ധൻ വളരെ കാലം കൃഷ്ണനെയും യാദവരെയും ആക്രമിച്ചു പോന്നു. കാലനേമിയുടെ അവതാരമായ കംസന്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.